കൊള്ളാമായിരുന്നു. My anxiety level was like peak. ലാലേട്ടൻ അടിപൊളി. ക്ലാസിക് ക്രിമിനൽ തിരിച്ചു വന്നു. ഫസ്റ്റ് ഹാഫ് നമ്മൾ മേ ബി വിചാരിക്കും ആ ഒരു മാജിക്ക് വന്നില്ല എന്ന് വിചാരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് ഫുള്ള് ട്വിസ്റ്റാണ്. അടിപൊളിയാണ്. അടിപൊളി പടം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെ വരും. നമുക്കറിയാമല്ലോ പൊളിയായിരിക്കുന്നു. സൂപ്പർ പടം, അടിപൊളി പടം. അതെ അതെ അതെ, ഒരു ട്രീറ്റ് പോലാണ് നമുക്ക്. ആക്ച്വലി സൂപ്പർ പടം, അടിപൊളി പടം. അത് കണ്ടാലേ അതിൻ്റെ എല്ലാ ടൈപ്പുള്ള ഇമോഷൻസും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി പടം. ഇത് സാധാ സിനിമയല്ല. അതായത് ലാലേട്ടൻ എന്ത് പറയുക, ട്വിസ്റ്റ് ഇല്ല പറഞ്ഞിട്ട് ട്വിസ്റ്റേ ഉള്ളൂ. ട്വിസ്റ്റ് ഇല്ല പറഞ്ഞിട്ട് ഒരുമാതിരി എന്താ പറയുക, നമ്മളിങ്ങനെ സിനിമ പോയിട്ട് പിന്നെ അവസാനം ഫുൾ ട്വിസ്റ്റ്. അത് നമുക്ക് ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ, സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ, തേർഡ് പാർട്ട് കാണുമ്പോൾ, ഇനി ഫോർത്ത് പാർട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ലൈക്ക് ബ്രില്യൻ്റ് ആയിട്ട് ഒരു സീക്വൽ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യും. അതായത് ഭയങ്കര ഫാൻസിനെ ഡിസപ്പോയിന്റ് ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റുകയെന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻസ് ആണ്. അത് നമ്മൾ അങ്ങോട്ടാണ് താങ്ക്സ് പറയുന്നത്. പിന്നെ ലാലേട്ടന് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ പ്രേക്ഷകർക്ക് ട്രീറ്റ് ആണ്. ലാലേട്ടൻ നമുക്കാ ഗിഫ്റ്റ് തന്നിട്ടുള്ള ബർത്ത്ഡേക്ക്. യെസ്, ജോർജ് കുട്ടി കുറച്ചും കൂടി ഒരു സിനിമാ സ്റ്റാറായി മാറിയതുപോലെ ഫീൽ ചെയ്തു. കാരണം ആദ്യത്തെ പാർട്ടിലും രണ്ടാമത്തെ പാർട്ടിലും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ജോർജ് കുട്ടി ആണെങ്കിൽ ഇതൊരു മാസിന് തയ്യാറായിട്ടുള്ളൊരു ജോർജ് കുട്ടിയായിട്ട് ഫീൽ ചെയ്തു. മോഹൻലാലിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ പെർഫോമൻസ് കാണാൻ നമുക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ വരാം. ഫസ്റ്റോ സെക്കൻഡോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഫസ്റ്റിന് സെക്കൻഡ് അത്ര എത്തിയതായിട്ട് തോന്നുന്നില്ല. Of course, ദൃശ്യം ഫാൻസിന് ഇഷ്ടം വരും. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. സീരീസ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ലാഗ് കാര്യങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫ് പോളി സീരിയസ്ലി കൊള്ളാം. 4 എന്തിനാണെന്ന് പറഞ്ഞാൽ ടൈലൻഡ് കൊണ്ട് നിർത്തിയിട്ട് പോയി. സത്യം സീരീസ് കൊള്ളാം, പടം കൊള്ളാം, ടോട്ടലി കൊള്ളാം. എനിക്ക് കുറച്ചുകൂടി 2 ആണ് കുറച്ചുകൂടി ഇത് കൊള്ളാം. ഫസ്റ്റ് ആക്ച്വലി എനിക്ക് അത്ര ഇതായിരുന്നു, പക്ഷെ കൊള്ളാം. പിന്നെയാണ് ഫസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കണ്ടിട്ട് ഫസ്റ്റ് കണ്ടപ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് സെക്കൻഡ് കുറച്ചുകൂടി ഇതായി. തേർഡ് കൊള്ളാം. ജോർജ് കുട്ടി അടിപൊളിയൊക്കെ ആക്കിയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എന്നാലും പക്ഷെ കൊള്ളാം, അടിപൊളി. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ബർത്ത്ഡേ എന്ന് ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയ്ക്ക് നല്ല രസമായിരുന്നു കാണാൻ. ഫസ്റ്റ് ഹാഫിൽ ലാസ്റ്റ് ഒരു പോർഷൻ കൊണ്ട് വെക്കുന്നുണ്ട്, അതോടെ തന്നെ നമ്മളിങ്ങനെ വണ്ടർ ആവും. പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. എക്സ്പെക്ട് ചെയ്തില്ല. കൊള്ളാം, നല്ല പടം. ഫസ്റ്റ് സെക്കൻഡും പോലെയല്ല, അതിനേക്കാളും അടിപൊളിയാണ്. കഴിഞ്ഞ 2 ഫിലിമിനേക്കാളും നല്ല പെർഫോമൻസിൽ ലാലേട്ടൻ ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. പടം ഒരു രക്ഷയില്ല ബ്രോ. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നല്ല സിനിമ സത്യം പറഞ്ഞാൽ. ഈ ദൃശ്യം 1, 2 പ്രതീക്ഷ അല്ല. ദൃശ്യം 3 ഹൈ സാധനം. സെക്കൻഡ് ഹാഫ് കയറി ഒരു തൂക്കുന്നുണ്ട്. പുള്ളിയുടെ പീക്ക് ആക്ടിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ജോർജ് കുട്ടിയുടെ ആക്ടിങ് അല്ല ബ്രോ. സെക്കൻഡ് ഹാഫ് എന്നൊക്കെ ബ്രോ സത്യം ബ്രോ കിളി പറന്നിരിക്കും. ഏതൊരു പ്രേക്ഷകനായാലും കിളി പറന്നിരിക്കും. ഇതാണ് സിനിമ. എല്ലാവരും കാണണം, ഉറപ്പായിട്ടും കാണണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. നല്ല സിനിമ. 1ഉം 2ൻ്റെയും കൊള്ളാം. നമ്മൾ ക്ലൈമാക്സ് നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യുന്നതല്ല. മോഹൻലാലിൻ്റെ ഗിഫ്റ്റ് തന്നെയാണ്. കിടുപടം. ലാലേട്ടനെ കൊണ്ടുവന്ന് എത്തിച്ചു. നമ്മൾ ഫസ്റ്റിൽ പ്രതീക്ഷിക്കുന്ന ഒരു ലാലേട്ടുണ്ട്. ലാലേട്ടന് ഇന്ന രീതിയിലൊക്കെ പെരുമാറണം എന്നുള്ള രീതി അത് തേർഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് ചില സീനുകളിൽ. അത് തിയേറ്ററിൽ നല്ല കയ്യടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.